കുഞ്ഞാലിക്കുട്ടി സാറിനെ അധിക്ഷേപിച്ച് ശശികല ടീച്ചർ നമുക്ക് അറിയുന്നത് പോലെ മുസ്ലിങ്ങളെ ഇഷ്ടമല്ല, മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയ എന്ന വർഗീയ വിഷവും മനസ്സിൽ പേര് നിറക്കുന്ന ആളാണ് ശശികല ടീച്ചർ. മഹാത്മാഗാന്ധിയെ പോലും അധിക്ഷേപിക്കുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാറിനെ അധിക്ഷേപിക്കുന്നത് വലിയ വാർത്തയൊന്നുമല്ല. പക്ഷെ ടീച്ചർ പറയുന്ന അർത്ഥസത്യങ്ങൾ പൊളിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ടീച്ചർ ഓർക്കേണ്ടത്, ടീച്ചറിന്റെ ഒക്കെ മുമ്പുള്ള പൂർവികരായിരുന്ന ഐഡിയോളജിക്കൽ പൂർവികരായിരുന്ന വീർ സവർക്കർ അടക്കം നേപ്പാളിലെ രാജാവ് ഇന്ത്യ ഭരിക്കണമെന്ന് പറഞ്ഞാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നേപ്പാളിലെ രാജാവ് ഇന്ത്യ ഭരിക്കണമെന്ന് പറഞ്ഞ ശ്രീ വി ഡി സവർക്കറെ പിന്തുടർന്ന ടീച്ചറാണ് കുഞ്ഞാലിക്കുട്ടി സാറിനെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാർ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആകരുത്, അവരുടെ രക്തത്തിൽ അതില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറയുന്നത് എത്രമാത്രം ചരിത്രപരമായ വിഡ്ഢിത്തമാണ്. നമ്മുടെ കേരളത്തിൽ ശ്രീ CH മുഹമ്മദ് കോയ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം ഉള്ളതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാള യുദ്ധവീരൻ ശ്രീ അബ്ദുൽ ഹമീദാണ്, പരംവീര ചക്ര അബ്ദുൽ ഹമീദാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഭാരതരത്ന മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യ കണ്ട് നമ്മളെ എല്ലാം വീണ്ടും വന്ദേമാതരം പഠിച്ച AR റഹ്മാൻ മുസ്ലിമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഈ രാജ്യം ഉണ്ടായത്. എന്നാൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏറ്റവും മിനിമൽ പങ്ക് മാത്രം വഹിച്ചവരാണ് തീവ്ര ഹിന്ദുത്വവാദികൾ. എല്ലാവരെയും ഒരേ അച്ചിൽ കാണുന്നതല്ല. ഇപ്പോൾ ഉദാഹരണം, RSSന്റെ ആദ്യ സർസംഘ് ചാലക് ഡോക്ടർ ഹെഡ്ഗേവാർജി മഹാത്മാഗാന്ധിയുടെ പാതയിൽ ആദ്യം പോവുകയും 1 വർഷത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഗോഡ്സെ അടക്കമുള്ളവർ ഈ രാജ്യത്തിന് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാതെ, തീവ്ര ഹിന്ദുത്വവാദിയാണ് ഗോഡ്സെ, ചെയ്യാതെ ഈ രാജ്യത്തെ സ്പ്ലിറ്റ് ചെയ്യാനും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നതും തീവ്ര ഹിന്ദുത്വവാദികളാണ്. ഗുരുജി ഗോൾവൽക്കർ ആദ്യകാലത്തെ തീവ്ര ഹിന്ദുത്വവാദം ഉപേക്ഷിച്ച് പിന്നീട് ഒരു മിതവാദത്തിന്റെ പാതയിലേക്കൊക്കെ വന്നു. അപ്പൊ ടീച്ചർ കുഞ്ഞാലിക്കുട്ടി സാറിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് അതിന്റെ വസ്തുത എന്താണ് എന്ന് തിരയാം. മനസ്സിൽ ഇത്രമാത്രം വർഗീയതയും വിഷവും എങ്ങനെ സൂക്ഷിച്ച ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. ടീച്ചർ അധ്യാപികയൊക്കെ അല്ലേ, ടീച്ചർ ഈ വർഗീയതയും വിദ്വേഷവും ഉപേക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അടക്കമുള്ള റിക്വസ്റ്റ്. എന്തായാലും ടീച്ചറിന്റെ ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് കേൾക്കാം. ആ കേട്ട് നമ്മൾ അറിയേണ്ടതുമാണ്. ടീച്ചറിന്റെ പ്രസ്താവനകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങൾ കാണില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിനെയാണ് നശിപ്പിച്ചു പോയ കഷ്ണമാണ് മുസ്ലിം ലീഗ്, അതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങൾ കാണില്ല. ടീച്ചറെ കണ്ടാലും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അവരെ കാണുന്നുണ്ട്, ഒരുപാട് സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. ടീച്ചർ രാഷ്ട്രീയ പാർട്ടിയായി കണ്ടാലും ഇല്ലെങ്കിലും ഒരു മാറ്റവും വരില്ല. ശശികല ടീച്ചറിനെയും ടീച്ചറിന് വിളിച്ച് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ, വേറെ ഒരു മോശകരമായ പേരും വിളിക്കില്ല. പക്ഷെ ടീച്ചറിന്റെ മനസ്സിലെ ഈ വർഗീയത വലിയ പ്രശ്നമാണ്. ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ, കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. ആ ചരിത്രം ടീച്ചറെ തിരിച്ചാലോചിച്ചാൽ മതി. ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നവരും നേപ്പാളിന്റെ രാജാവ് ഇന്ത്യൻ രാജാവായി മാറണമെന്ന് ആഗ്രഹിച്ചതാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം. ഇനി സവർക്കർക്കും പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീർ സവർക്കർ എന്നേ വിളിക്കാറുള്ളൂ. പക്ഷേ സവർക്കർക്ക് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. സവർക്കറുടെ നെഗറ്റീവിൽ ഒന്ന് ഞാൻ പറയാം. ഫ്രീ ഹിന്ദുസ്ഥാൻസ് ഫ്യൂച്ചർ എംപറർ, ഹിന്ദുധ്വജ എന്നതിൽ പ്രസിദ്ധീകരിച്ചതിൽ പറയുന്നു, നേപ്പാളിലെ ചക്രവർത്തി, ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ നേപ്പാളിലെ രാജാവ് ഫ്രീ ഹിന്ദുസ്ഥാൻസ് ഫ്യൂച്ചർ എംപറർ ആകണം. നേപ്പാൾ കിങ് ഹാഡ് ദി ബെസ്റ്റ് ചാൻസ് ഓഫ് വിന്നിംഗ് ദി ഇംപീരിയൽ ക്രൗൺ ഓഫ് ഇന്ത്യ. നേപ്പാൾ മൈറ്റ് കൺട്രോൾ ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. അപ്പോൾ അതിനർത്ഥം നാളെ ടീച്ചറിനോട് ആരെങ്കിലും നേപ്പാളിൽ പോകാൻ പറയാനാണോ? ഈ നാട്ടിലെ സാധാരണ മുസ്ലിമിനോട് പാകിസ്ഥാനിൽ പോടാന്ന് പറയുമ്പോൾ തിരിച്ച് ടീച്ചറിനോട് നേപ്പാളിൽ പോകാൻ പറഞ്ഞാൽ മതിയോ? പാകിസ്ഥാനും നേപ്പാളും ഒന്നും അല്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ടീച്ചറും ഇന്ത്യക്കാരിയാണ്, ഞാനും ഇന്ത്യക്കാരനാണ്, കുഞ്ഞാലിക്കുട്ടി സാറും ഇന്ത്യക്കാരനാണ്. നമുക്കെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ സിസ്റ്റംസും തരുന്ന അധികാരങ്ങളും അവകാശങ്ങളും ഒരേപോലെ. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ടീച്ചർ മുസ്ലിം ലീഗിനെ പാർട്ടിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമ സംവിധാനവും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനും അംഗീകരിക്കുന്നുണ്ട്. ഇനി ടീച്ചർ അറിയാനും കൂടൊരു കാര്യം, BJP മുസ്ലിം ലീഗുമായിട്ട് ടൈപ്പ് ചെയ്ത് നാഗ്പൂർ ഭരിച്ചിട്ടുണ്ട്. അതായത് നാഗ്പൂർ കോർപ്പറേഷൻ ഭരിക്കാൻ BJP മുസ്ലിം ലീഗും കൂടെ ടൈപ്പ് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിലെ മുസ്ലിം വിരോധം ടീച്ചർ കളയണം.
ശശികല ടീച്ചറിനെ അധിക്ഷേപിക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. ഞാൻ ഒരിക്കലും ടീച്ചറിനെ മോശമായിട്ട് അങ്ങനെ പറയാറില്ല. വിഷകല എന്ന് അടക്കം ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അങ്ങനെയല്ല. ശശികല ടീച്ചറിൻ്റെ മനസ്സിലെ ഈ ഇസ്ലാമോഫോബിയ എന്ന വിഷം, വർഗീയത എന്ന വിഷം കളയണം. ടീച്ചറും ഈ ചരിത്രബോധത്തോടുകൂടി തിരിച്ച് ഒരു മധ്യപാതയിലേക്കും മറ്റും വരണം. ഈ പറയുന്ന, അതായത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പോലും ടീച്ചർക്ക് അബദ്ധജടിലമായ ധാരണകളാണ്. ടീച്ചർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെട്ട് വീഴുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ശശികല ടീച്ചർ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെട്ട് വീഴാതെ യഥാർത്ഥത്തിൽ മിതവാദ ബഹുസ്വര ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള ഇക്വേഷനിലേക്ക് വരണം. അതിനുവേണ്ടിയായി വീഡിയോ ചെയ്തത്. ഓർക്കുക, പാകിസ്ഥാനോ നേപ്പാളോ അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സങ്കീർണമായ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചറിനോട് ഇപ്പം നിങ്ങൾ നേപ്പാളിൽ പോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വേറെ ആരുടെയെങ്കിലും പഴയ പാകിസ്ഥാൻ്റെ രക്തമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരെന്നുള്ള നമ്മുടെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയും സംസ്കാരവും മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും ഒക്കെയാണ്. അത് ഉയർത്തിയെടുക്കാൻ നമുക്കാകട്ടെ. ഇത്തരം വർഗീയതയും വിദ്വേഷവും വെറുപ്പും ടീച്ചർക്ക് ഉപേക്ഷിക്കാനാകട്ടെ. അതിന് ജഗദീശ്വരൻ ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ.